ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കോടതിക്ക് പുറത്ത് വെച്ച് അർച്ചനയും വിജയശങ്കറും തമ്മിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോഴാണ് രവികുമാർ വക്കീൽ അങ്ങോട്ട് വരുന്നത്. കേസ് വിളിക്കാറായെന്ന് അറിയിച്ചതിനെ തുടർന്ന് അർച്ചനയോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് വിജയശങ്കർ കോർട്ട് റൂമിലേക്ക് കയറി പോകുന്നത്. തുടർന്ന് കോടതി നടപടികൾ ആരംഭിക്കുകയായി. പരാതിക്കാരിയായ ശില്പ ഹാജരാകാത്തതിനെ പറ്റി ജഡ്ജി ചോദിക്കുമ്പോൾ അവൾക്ക് പകരം താൻ ഹാജരുണ്ടെന്ന് വിജയശങ്കർ പറയുന്നു. എന്നാൽ ശില്പയെ ആരോ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന് ഗുരുതരമായ സംശയം അർച്ചന കോടതിയെ അറിയിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് ദേഷ്യം വന്ന വിജയശങ്കർ ആകട്ടെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ശില്പ പ്രതിഭാഗം വക്കീലിന്റെ കസ്റ്റഡിയിലായിരുന്നുവെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ഒടുവില് പരസ്പരം തർക്കിക്കാതെ കേസിന്റെ കാര്യത്തിലേക്ക് കടക്കാൻ ജഡ്ജി ഇരുവർക്കും കർശനമായ നിർദ്ദേശം നൽകുകയാണ്. തുടർന്ന് കോടതിയിൽ വിജയശങ്കർ തന്റെ വാദം ആരംഭിക്കുകയാണ്. SI അച്ചു കൃഷ്ണൻ പദവി ദുരുപയോഗം ചെയ്ത് ശില്പയെ പീഡിപ്പിച്ചു എന്ന മുൻ ആരോപണം അയാൾ വീണ്ടും ആവർത്തിക്കുന്നു. എന്നാൽ അർച്ചന ഇതിനെ ശക്തമായി എതിർക്കുന്നു. മുൻകാലങ്ങളിൽ മികച്ച റെക്കോർഡുള്ള സത്യസന്ധനായ അച്ചുവിനെ ശത്രുക്കൾ മനഃപൂർവ്വം കെണിയിൽ വീഴ്ത്തിയതാണെന്നും ശില്പ ഇതിലൊരു ആയുധം മാത്രമാണെന്നും അർച്ചന വാദിക്കുന്നുണ്ട്. തെളിവ് ഹാജരാക്കാൻ വിജയശങ്കർ വെല്ലുവിളിക്കുമ്പോൾ പ്രതിയായ SIയോട് നേരിട്ട് ചോദിച്ചാൽ സത്യം പുറത്തുവരുമെന്ന് അർച്ചന പറയുന്നു. ഇതിനെ വിജയശങ്കർ പരിഹസിക്കുമ്പോൾ പരാതിക്കാരി ഇല്ലാത്തതിനാൽ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ ജഡ്ജ് ഒരുങ്ങുന്നുണ്ട്. എന്നാൽ അർച്ചനയും അച്ചുവിനെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആ സമയത്ത് ശില്പ കോടതിയിലേക്ക് കടന്നു വരുന്നു. ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അർച്ചന മാഡം പറഞ്ഞതാണ് സത്യമെന്നും അച്ചു നിരപരാധിയാണെന്നും ശില്പ തുറന്നു പറയുകയാണ് കേട്ടോ. ഇത് കേട്ട് ജഡ്ജിയാണെങ്കിൽ ഇതിന് പിന്നിലെ പ്രേരണ ആരാണെന്ന് തിരക്കിയപ്പോൾ തനിക്ക് ഒറ്റയ്ക്ക് പണം തട്ടാൻ വേണ്ടിയാണ് ഈ കള്ളക്കേസ് കൊടുത്തതെന്ന് ശില്പ മൊഴി നൽകുന്നു. ഇതോടെ വിജയശങ്കർ വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്. യഥാർത്ഥത്തിൽ കോടതിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് ശില്പ വിജയശങ്കറിനെ കണ്ട് തനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായെന്ന് അറിയിച്ചിരുന്നു. അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചന്ദ്രയും വിജയശങ്കറും ചേർന്ന് ശില്പയ്ക്ക് ഒരു ഡീല് വെക്കുകയായിരുന്നു. കുറ്റം മുഴുവൻ ശില്പ ഏറ്റെടുക്കണമെന്നും അതിന് പകരമായി ചോദിക്കുന്ന പണം നൽകാമെന്നും അവർ സമ്മതിക്കുകയായിരുന്നു. ചന്ദ്ര വഴി പണം നൽകിയാൽ കമ്മീഷൻ അടിച്ചു മാറ്റുമെന്നതിനാൽ പണം നേരിട്ട് തരണമെന്ന വ്യവസ്ഥയിലാണ് ശില്പ കോടതിയിൽ കള്ളമൊഴി നൽകിയത്. ശില്പയുടെ ഈ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അച്ചു നിരപരാധിയാണെന്ന് കണ്ട് കോടതി അയാളെ കേസിൽ നിന്നും നിരുപാധികം വിട്ടയക്കുന്നു. ഇതോടെ അർച്ചനയും അച്ചുവും ഒരുപാട് സന്തോഷത്തിലാകുന്നു. പിന്നീട് വ്യാജ പരാതി നൽകിയതിന് ശില്പയ്ക്കെതിരെ വഞ്ചന കുറ്റത്തിന് കേസെടുക്കാനും ജഡ്ജി ഉത്തരവിടുന്നുണ്ട്. തുടർന്ന് പോലീസ് ശില്പയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ രക്ഷിക്കണമെന്ന് അവൾ വിജയശങ്കറിനോട് ആംഗ്യം കാണിക്കുകയും താൻ നോക്കിക്കൊള്ളാമെന്ന് അയാൾ ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഇതേ സമയം അങ്ങോട്ടെത്തുന്ന അർച്ചന ശില്പയെ ശരിക്ക് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ വിജയശങ്കറും ഇപ്പോൾ ജയിലിൽ പോയേനെന്നും താൻ നൽകിയ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടതെന്നും പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. കൂടെ തന്നെ തല്ലാൻ ഗുണ്ടകളെ വിട്ടതിനും ശില്പയ്ക്ക് പണം നൽകിയതിനും വിജയശങ്കറിന് നല്ല ചെലവായിട്ടുണ്ടാവുമല്ലോ എന്ന് അച്ചുവും കൂടെ കളിയാക്കുന്നതോടെ വിജയശങ്കർ അവിടെ നിന്ന് നാണം കെട്ട് സ്ഥലം വിടുകയാണ്. അതേസമയം അമ്പാട്ട് വീട്ടിൽ അച്ചുവിന് ജാമ്യം കിട്ടുമോ എന്ന് ഓർത്ത് ആകെ ഭയന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് രുക്കു. ആരും ഫോൺ എടുക്കാത്തതിനാൽ കോടതിയിൽ എന്തായെന്നറിയാതെ അവൾ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അച്ചു അവിടേക്ക് വരുന്നത്. കണ്ണടച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്ന രുക്കുവിന്റെ പുറകിലൂടെ വന്ന് അച്ചു അവളുടെ കണ്ണുകൾ പൊത്തുന്നു. പക്ഷെ വന്നത് അച്ചുവാണെന്ന് രുക്കുവിന് മനസ്സിലായി. അവൾക്ക് ഒരുപാട് സന്തോഷമായി. വീട്ടിൽ മറ്റാരുമില്ലേന്ന് അച്ചു ചോദിച്ചപ്പോൾ അഞ്ജുവിന് അലർജി വന്നതുകൊണ്ട് രമ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണെന്ന് രുക്കു പറയുന്നു. തുടർന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങളെല്ലാം അച്ചു രുക്കുവിനോട് പറഞ്ഞു. എന്നാൽ അർച്ചനയുടെ മെടുക്കുകൊണ്ടല്ല ശില്പയുടെ മൊഴി കൊണ്ടാണ് അച്ചു രക്ഷപ്പെട്ടതെന്ന് രുക്കു കളിയാക്കുന്നുണ്ട്. ശില്പ തന്റെ വലിയേട്ടന്റെ ക്ലയൻസും ചേട്ടത്തിയുടെ കൂട്ടുകാരിയുമാണെന്ന് രുക്കു പറഞ്ഞു. ഇത് കേട്ട അച്ചുവിന് എന്തോ സംശയം തോന്നുകയാണ്. എങ്കിലും അവനത് പുറത്തു കാണിച്ചില്ല. ഈ സമയത്ത് രമ്യയും മഞ്ജുവും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തി. അച്ചു കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ രമ്യ സന്തോഷം പങ്കുവച്ചു. ഇഞ്ചക്ഷൻ എടുത്ത ശേഷമാണ് തന്റെ ചൊറിച്ചിൽ മാറിയതെന്ന് മഞ്ജുവും പറയുന്നു. എന്തോ ഭക്ഷണം കഴിച്ചതിന്റെ ഇൻഫെക്ഷൻ ആണെന്ന് ഡോക്ടർ പറഞ്ഞതായി രമ്യ എല്ലാവരെയും അറിയിച്ചു. അച്ചുവിന് വേണ്ടി പ്രാർത്ഥിച്ച തനിക്കാണ് ഒടുവിൽ സുഖമില്ലാതായതെന്ന് മഞ്ജു തമാശയായിട്ട് പറയുന്നുണ്ട്. ശേഷം മഞ്ജു വിശ്രമിക്കാൻ റൂമിലേക്ക് പോയി. മഞ്ജുവിന് പിന്നാലെ രമ്യയും മുറിയിലേക്ക് പോയി. തുടർന്ന് രുക്കു വീണ്ടും അർച്ചനയുടെ കാര്യമാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. നീ കേസ് ജയിച്ചതിന്റെ ക്രെഡിറ്റ് അർച്ചന ചേച്ചിക്ക് കൊടുക്കേണ്ടെന്ന് തന്നെ അച്ചു പറഞ്ഞു പോവുകയാണ്. വീട്ടിൽ വന്നിട്ട് അരമണിക്കൂർ പോലും ആയില്ല, അതിനു മുമ്പ് തർക്കം തുടങ്ങിയെന്നും അച്ചു ദേഷ്യപ്പെടുകയാണ്. ഇനി താനൊന്നും പറയുന്നില്ലെന്നും ആ ദേഷ്യം ഒന്ന് മാറ്റാനും രുക്കു ചിരിച്ചുകൊണ്ട് പറയുന്നു. ഇതോടെ അച്ചുവിന്റെ ദേഷ്യവും മാറുന്നു. മറുഭാഗത്ത് അച്ചുവിനെ കോടതി വെറുതെ വിട്ടതിന്റെ ദേഷ്യത്തിലാണ് ചന്ദ്ര. അവള് വിജയശങ്കറിനോട് കയർത്ത് സംസാരിക്കുകയാണ്. വിചാരിച്ചാൽ അച്ചുവിനെ ജയിലിലിടാൻ കഴിയുമായിരുന്നില്ലേ എന്ന് ചന്ദ്ര ചോദിച്ചപ്പോൾ ഇതിന് വിജയശങ്കറും ദേഷ്യത്തോടെയാണ് മറുപടി നൽകിയത്. കോടതി തന്റെ തറവാട്ട് വകയല്ലെന്നും താൻ വലിയ ടെൻഷനിലാണെന്നും അയാൾ പറഞ്ഞു. പക്ഷെ ചന്ദ്രയുടെ ദേഷ്യം മാറിയില്ല. അച്ചുവിനെ ജയിലിലിടുമെന്ന് പറഞ്ഞ CI ഒന്നും ചെയ്തില്ലെന്ന് അവൾ കുറ്റപ്പെടുത്തുന്നു. അച്ചുവിനെ തല്ലാൻ വിട്ട ഗുണ്ടയ്ക്ക് തിരിച്ചടിയാണ് കിട്ടിയത്. അർച്ചന കോടതിയിൽ വരാതിരിക്കാൻ ചെയ്ത പ്ലാനും ഒടുവിൽ മഞ്ജുവിനാണ് വിനയായത്. ദൈവങ്ങൾ ആരും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നും അർച്ചന ദൈവങ്ങൾക്ക് കൈക്കൂലി കൊടുക്കുന്നുണ്ടോ എന്നും ചന്ദ്ര ദേഷ്യത്തോട് ചോദിക്കുന്നു. വിജയശങ്കർ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ചന്ദ്ര വീണ്ടും കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ താൻ അനുഭവിച്ച ടെൻഷൻ ചന്ദ്രയ്ക്ക് അറിയില്ലെന്നാണ് വിജയശങ്കർ പറയുന്നത്. മാത്രമല്ല ഈ കള്ളക്കേസിന് പിന്നിൽ തങ്ങളാണെന്ന്
അർച്ചനയ്ക്ക് മനസ്സിലായതായും വിജയശങ്കർ ചന്ദ്രയോട് പറയുന്നു. ഭാഗ്യം കൊണ്ടാണ് തങ്ങളിപ്പോൾ രക്ഷപ്പെട്ടതെന്നും അയാൾ കൂട്ടിച്ചേർത്തു. എന്നാൽ അപ്പോഴും അച്ചുവിനെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ ചന്ദ്ര തയ്യാറല്ലായിരുന്നു. അടുത്ത തവണ അവൻ ഇതിലും വലിയ പണി കൊടുക്കുമെന്ന് തന്നെ ചന്ദ്ര ഉറപ്പിച്ചു പറയുകയാണ്. ഇതേ സമയം ആര്യ അങ്ങോട്ടേക്ക് പായസവുമായിട്ട് വന്നു. പായസം കുടിച്ച ചന്ദ്ര അത് കൊള്ളാമെന്ന് പറയുകയും ആര്യ ഉണ്ടാക്കിയതാണോ എന്ന് തിരക്കുകയും ചെയ്തപ്പോൾ അച്ചു കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ ചിന്നുവാണ് ഈ പായസം ഉണ്ടാക്കിയതെന്ന് ആര്യ പറയുകയാണ്. ഇത് കേട്ടതോടെ ചന്ദ്രയുടെ മുഖം മാറുന്നു. അങ്ങനെ ഈ ഒരു രംഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.